വേഗം കോളേജിൽ പോകണം, വേഗം പാസ്സായി പറഞ്ഞു. അതേ സമയത്ത് ഇന്നത്തെ ആളുകളെ പോലെയല്ല. എന്ന മുദരിസാലെ ഉസ്താദിന്റെ ദർസിൽ 30 കൊല്ലം ഓടിപ്പടിച്ച മഹാനാണ്. അവിടെ പള്ളിയിലെ മുദരിസാരി കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. ഒരു ദിവസം മാനവരികൾക്ക് ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരാ, ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലൊന്ന് കുത്തിവെച്ചോ. ഈ ചരിത്രം ശരിക്കും ഈമാനുള്ള ചെറുപ്പക്കാരന് നെഞ്ചിലേറ്റാൽ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാതിരിക്കൂല. ഒരു നേരത്തെ ജമാഅത്ത് മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു നഷ്ടപ്പെട്ടു പോയപ്പോ മഹാനായ ഹാത്തിമുൽ അസ്മ തങ്ങളുടെ ദർസിൽ ഓതി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളിൽ ചില മുത്തഅല്ലിമീങ്ങൾ വന്ന് ഹാത്തിമുൽ അസ്മ തങ്ങളാകുന്ന ഉസ്താദിനെ സമാധാനിപ്പിക്കുകയാണ്. ഉസ്താദേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇന്ന് കേവലം ഒരു ജമാഅത്ത് മാത്രം നഷ്ടപ്പെട്ടതാണല്ലോ. അതിന്റെ പേരിൽ എത്രത്തോളം സങ്കടപ്പെടേണ്ടതുണ്ടോ, ദുഃഖിക്കേണ്ടതുണ്ടോ, വിഷമിക്കേണ്ടതുണ്ടോ. ആ സമയത്ത് ഹാത്തിമുൽ അസ്മ തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, എനിക്ക് അല്ലാഹു തആല ഒരുപാട് മക്കളെ തന്നിട്ടുണ്ടല്ലോ. ആ മക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി മരണപ്പെട്ടു പോയാലോ എന്റെ ഈ നാട്ടുകാരായ പല രാജ്യക്കാർ മുഴുവൻ വന്ന് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നുവല്ലോ. അതേ സമയത്ത് എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയതാരാണ്? എന്റെ കുട്ടിയല്ല, എനിക്കൊരു ജമാഅത്താണല്ലോ നഷ്ടപ്പെട്ടു പോയത്. ആ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാരാണ്? എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണല്ലോ. ജമാഅത്ത് കമ്മിറ്റിക്കാർ വന്നില്ലല്ലോ, നാട്ടിലെ പ്രമാണിമാര് വന്നില്ലല്ലോ, നാട്ടുകാർ വന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞ വാക്കാണെന്നറിയുമോ? ചെറുപ്പക്കാരാകുന്ന മനസ്സിൽ കുത്തിവെച്ചു. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല എനിക്ക് ഒരുപാട് മക്കളെ തന്നല്ലോ. ആ എല്ലാ മക്കളെയും അല്ലാഹുവിലേക്ക് വിളിച്ചാലും എനിക്ക് വിഷമമില്ല, എനിക്ക് ദുഃഖമില്ല, എനിക്ക് സങ്കടമില്ല, എനിക്ക് ആശ്വാസക്കുറവില്ല. എല്ലാ മക്കളെ അവനിലേക്ക് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അതേ സമയത്ത് എനിക്കെങ്ങാനും ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാലോ, സുബ്ഹാനല്ലാഹ്, ഒരു ജമാഅത്തെങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ എനിക്ക് എന്റെ മക്കൾ മരണപ്പെടുന്നതിനേക്കാളും എനിക്ക് വലിയ സങ്കടമാണ് കേട്ടോ. ഞാനെന്ന് പറയട്ടെ, എന്റെ പ്രസംഗം കേൾക്കുന്നത് കേവലം ഈ സദസ്സിൽ തടിച്ചുകൂടിയ ജനങ്ങൾ മാത്രമല്ലല്ലോ. കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം എന്ന ഇന്റർനെറ്റ് ഓൺലൈൻ സംവിധാനത്തിൽ അതാ വിദേശ രാഷ്ട്രങ്ങളിൽ സൗദിയിലും ഖത്തറിലും ഒമാനിലും ദുബൈയിലും അബുദാബിയിലും വിദേശ രാഷ്ട്രങ്ങളാകുന്ന ഏതെല്ലാം നാടുകളുണ്ടോ അവിടെ വെച്ച് ജോലിയും മാറ്റിവെച്ചു അതാ ഇന്റർനെറ്റിന്റെ മുന്നിൽ വന്ന് തപസ്സിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു പക്ഷേ എന്റെ പ്രസംഗത്തെ കുറിച്ച് നിങ്ങൾക്കവിടെ മാഷാ അല്ലാഹ് എന്നോ വെരി ഗുഡ് സ്പീച്ച് എന്നോ അവിടെ നിങ്ങൾ ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഒന്ന് ചോദിക്കുകയോ, നിങ്ങളെ കൂട്ടത്തിൽ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട് എന്നൊന്ന് ചോദിച്ചാൽ എന്നോട് വിഷമം വേണ്ട, ദേഷ്യം വരണ്ട. നിങ്ങൾ വലിയ ഭാഗ്യക്കാരാണ്. കാരണം എന്താണെന്നറിയുമോ? എന്റെ സൗദിയിലുള്ള പ്രവാസികള്, എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ ചെറുപ്പക്കാര്, പ്രവാസികളായ ചെറുപ്പക്കാര്, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരേ പാനയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാര് വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുമല്ലോ. അവർക്ക് നമ്മുടെ സദസ്സിൽ വന്നിരിക്കാൻ ഇവിടെ കഴിയില്ലല്ലോ. എന്നാൽ പോലും എന്റെ കടലിന്റെ കഷ്ടങ്ങളായ യുവാക്കള് കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം എന്ന ഓൺലൈൻ ഇന്റർനെറ്റ് സംവിധാന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യത്തുള്ള പാനയിൽ
പരിസരത്തുള്ള നല്ല ഈമാനുള്ള ചെറുപ്പക്കാര് അവരെ നാട്ടിൽ നടക്കുന്ന പരിപാടി വീക്ഷിക്കുകയാണ്. അതിന് സൗകര്യം ചെയ്യുന്ന നമ്മുടെ അബൂനബിയിൽ മദനി ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് എത്തി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഓൺലൈൻ സംവിധാനത്തിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസികളോട് ഞാനൊന്ന് പറയട്ടെയോ, നിങ്ങൾ ഒരിക്കലും നിസ്കാരം കൈവിട്ടുപോകരുത്. മക്കത്ത് നിസ്കരിക്കാത്തവരുണ്ട്, മദീനയിൽ പോലും നിസ്കരിക്കാത്തവരുണ്ട്. മക്കത്ത് നിർവഹിക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ അവിടെ ഹോട്ടൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ മംഗലാപുരം പരിസരത്തുള്ളവരാണ്. അവർക്ക് ളുഹ്ർ നിസ്കാരമല്ല. അവർ വളരെ സങ്കടത്തോടെ പറയുകയാണ്, ഉസ്താദ് ളുഹ്ർ നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, പറ്റൂല പറ്റൂല പറ്റൂല, ഒരുമില്ല ചാസുമില്ല, ളുഹ്ർ നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. അല്ല ഉസ്താദ്, അസറിന്റെ നേരത്തെ കളാവ് പറ്റുള്ളൂ. ഇല്ല ഇല്ല, പറ്റൂല പറ്റൂല പറ്റൂല, ളുഹ്ർ നിസ്കാരം അല്ലാഹു ചെയ്യപ്പെടാൻ മക്കത്തുള്ളവന് പോലും ഇളവില്ലല്ലോ. അതുപോലെ നിങ്ങളായിപ്പോകരുത് പ്രവാസികളെ. എന്റെ സദസ്സിലുള്ളവരെ, ഹാക്കിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ചരിത്രത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെയോ. മഹാനായ ഹാക്കിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മക്കൾ മരണപ്പെട്ടാൽ എനിക്ക് വിഷമമില്ല, അതിനേക്കാൾ വലിയ വിഷമം എന്താണെന്ന് അറിയുമോ? എനിക്കുള്ള ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകലാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടി പിരിഞ്ഞു പോയതിനു ശേഷം ഈ സദസ്സിലുള്ള ഓരോ ചെറുപ്പക്കാരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞയെടുക്കുക. ആ പ്രതിജ്ഞ എന്താണെന്നറിയുമോ? എന്റെ ജീവിതത്തിൽ സുബഹി നിസ്കാരം ഞാൻ കൈവിടൂല, സുബഹി ജമാഅത്ത് ഞാൻ കൈവിടൂല. ആ ഒരു പ്രതിജ്ഞയെടുത്ത് നിങ്ങൾക്ക് മടങ്ങാം. അർഹമുർ റഹീമായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സദസ്സിലുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയോ, നിങ്ങൾ ഔറത്ത് മറക്കാതെ, മാറ് മറക്കാതെ, ശരീരം മറക്കാതെ, തലമുടി മറക്കാതെ, നിങ്ങളെ സൗന്ദര്യമയ പുരുഷന്മാർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണെന്നറിയുമോ? ഞാൻ നരകത്തിൽ കൂടുതലേക്ക് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളാണ് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരെ അവസ്ഥ എന്താ? ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതും കൂടി പറഞ്ഞു. നമ്മുടെ ഉമ്മമാരെ അവസ്ഥ എന്താ? ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഭർത്താക്കന്മാർ അവർക്ക് ടെലിവിഷൻ കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അവർ പെൺമക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തു. ഞാൻ വളരെ ഗൗരവത്തോട് ചോദിക്കട്ടെ, ഇപ്പോൾ നീട്ടി പറയാൻ നേരമില്ല. ഈ സമുദായത്തിൽപ്പെട്ട എത്ര പെൺകുട്ടികളാണ് മതം മാറിപ്പോയത്? എത്ര പെൺകുട്ടികളാണ് മതം ചാടിപ്പോയത്? അന്യമതക്കാരുടെ കൂടെ ചാടിപ്പോയ പെൺകുട്ടികളുടെ എണ്ണം എത്രയാ? നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതിന് വഴിവെച്ചു കൊടുത്തവൻ ആരാ? വീട്ടിലുള്ള സ്വന്തം പിതാവാണ്, സ്വന്തം ആങ്ങളെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ BC റോഡും പരിസരത്തുമുള്ള എത്ര പെണ്ണുങ്ങളാണ് പർദ്ദ ധരിച്ച് നടക്കുന്നത്? ആ പർദ്ദ ധരിക്കുന്ന പെണ്ണിന്റെ മുഖം മറക്കുന്നില്ല, ആ പെണ്ണിന്റെ മുഖം മറക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിനൊന്ന് പറഞ്ഞുകൂടെയോ? ഭർത്താവ് ഒന്ന് ചിന്തിക്കണം, ഭർത്താക്കന്മാർ ഒന്ന് ചിന്തിക്കണം, ആങ്ങളമാരൊന്ന് ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? എന്റെ ഭാര്യ റോട്ടിൽ നടന്നു പോകുമ്പോ ആ ഭാര്യയെങ്ങാനും മുഖമറക്കാതെ പോകുമ്പോ ആ ഭാര്യന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വെള്ളം എത്തിക്കുന്ന തോന്നിവാസത്തിന്റെ ചെറുപ്പക്കാരുടെ സംഖ്യ എത്രയാ? എന്റെയും ഭാര്യമാരെ റോഡിലൂടെ മുഖം മറക്കാതെ ആ ഭാര്യമാരെ അകന്നിറങ്ങി നടക്കുമ്പോ, അവർ നാടകത്തിന് പോകുമ്പോ, എക്സിബിഷന് പോകുമ്പോ, സ്കൂൾ ഡേ പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന യക്ഷഗാനയിലേക്ക് പോകുമ്പോ, നാടകത്തിലേക്ക് പോകുമ്പോ, ഇതര മതക്കാരുടെ ഉത്സവങ്ങളിലേക്ക് പോകുമ്പോ, ആ പെണ്ണ് മുഖം മറക്കാതെ പോയാൽ എന്റെയും ഭാര്യയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് വെള്ളം എത്തിക്കുന്നവന്റെ എണ്ണം എത്രയാ ചെറുപ്പക്കാരാ? എത്രയാ ഉപ്പമാരെ? നമുക്കൊന്ന് പറഞ്ഞുകൂടെ? ഞാൻ എന്റെ ഭാര്യയോട് പറയണം, നിങ്ങൾ ഭാര്യമാരോട് പറയണം, നിന്റെ സൗന്ദര്യം മറ്റുള്ളവൻ ആസ്വദിക്കാനുള്ളതല്ല, അത് എനിക്ക് മാത്രമുള്ളതാണ്. നിന്റെ മുഖം മറച്ചിട്ടല്ലാതെ നീ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരെ കേൾക്കാതിരിക്കുമോ? അതേ സമയത്ത് ഒരൊറ്റ ഭർത്താവും മിണ്ടുന്നില്ല. എന്തേ കാരണം? കാരണം ഈ ഭർത്താവിന് പിന്നൊരു പെണ്ണുണ്ടാവും, ആ പെണ്ണിന് പിന്നൊരു ഭർത്താവ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, എന്റെ പെണ്ണിന് മുഖം തുറന്നു പോകട്ടെ, പ്രശ്നമില്ല. കാരണം അവൾക്ക് ആസ്വദിക്കാൻ മറ്റുള്ളവരും വേണോ, എന്നാലേ എനിക്ക് ആസ്വദിക്കാൻ മറ്റുള്ളവർ കിട്ടൂ. ഈ ചിന്ത
ചിന്തിക്കുന്ന ചെറുപ്പക്കാരും ഉമ്മമാരും നമ്മുടെ സമുദായത്തിൽ വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ ഭാര്യമാരും ഉമ്മമാരും നമ്മുടെ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ മുഖം മറക്കാതെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര വീടുകളിലാണ് ടി വി ഉള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാളയത്തിൽ എത്ര വീടുണ്ട്? എത്ര വീട്ടിലാണ് ടി വി ഉള്ളത്? അത് ഉസ്താദുമാരെ വാദ കേൾക്കാനോ കുഴപ്പമില്ല, മൗലിദിന്റെ ചെടി കാണാനോ കുഴപ്പമില്ല. അതേ സമയത്ത് ഷാറൂഖ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സിനിമകാരനാണല്ലോ എന്റെ സദസ്സിനുള്ള ഉമ്മമാരെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സിനിമകളോ അതുപോലെ ടെലിവിഷനുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ചോദിക്കട്ടെ. ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ഉമ്മമാരെ വീട്ടിൽ പോലും ടി വി. എന്തിനാ ടി വി? ഉസ്താദുമാരെ വാദ കേൾക്കാനല്ല, ബുർദ ബൈത്ത് കാണാനല്ല. പിന്നെന്തിനാ ടി വി? ഷാറൂഖ് ഖാനിന്റെ സിനിമ കാണാൻ, സീരിയൽ കാണാൻ. ഞാനിപ്പോ അടുത്ത് ഒരു വീട്ടിൽ പോയി എന്റെ തല താഴ്ത്തി വെച്ചു. എന്താ കാരണം? ആ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര ചർച്ച വീട്ടിൽ നടക്കുന്നുണ്ട്. എന്താ ചർച്ച അറിയോ? ഇതടി എന്തിനാ അവൾ വന്നിട്ട് ബയൽ ജപ്പിയാൽ ബയൽ ജപ്പി എന്തായിട്ട് ബയൽ ജപ്പിയപ്പോ പോകും ബയൽ തുറന്നാല് ബയൽ തുറന്നപ്പോ എന്തായിട്ട് തുറന്നപ്പോ എന്തായിട്ട് കൊണ്ടില്ല ഔണഞ്ഞ് ഇന്ന ഓൾ കയ്യിൽ കത്തി പിടിച്ചിരുന്നാൽ പിന്നെ എന്തായിട്ട് കൊണ്ടില്ല. ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ വിചാരിച്ച് ബീച്ച് റോഡ് പരിസരത്ത് എവിടെ ഒരു സംഭവം നടന്നത് ഇങ്ങനെ പറയായിരിക്കും. നോക്കുമ്പോ അതല്ല, ഏതോ ഒരു സീരിയലിന്റെ എപ്പിസോഡിന്റെ ബാക്കി ഹിസ്റ്ററി പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ ആൺകൊടികളും പെൺകൊടികളും അത് പഠിച്ച് പരന്താണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളോ നമ്മുടെ വീടുകളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പഴയ കാലത്ത് മയ്യബിമാലയുണ്ടായിരുന്നു, ഹിഫാരിമാലയുണ്ടായിരുന്നു. പ്രസവിക്കുന്ന നേരത്തെ ഹീസത്തുമാല ഓടിയതിന്റെ വർഗത്തുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ പ്രസവിക്കുമായിരുന്നു. ഇന്ന് അതെല്ലാം ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഷാറൂഖ് ഖാനിന്റെ സിനിമ വന്നപ്പോൾ ഞാനൊന്ന് ചോദിക്കുകയോ, സ്വന്തം വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞിവെള്ളം കുടിക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത ഉമ്മമാരോ ഉപ്പമാരോ സ്വന്തം വീട് കെട്ടി ജീവന സാക്ഷാത്കാര അവരുടെ വീടുകളിൽ പോലും അതാ ഷാറൂഖ് ഖാനിന്റെ തോന്നിവാസ ദൃശ്യങ്ങൾ നോക്കുന്നില്ലയോ. ഖുർആനോതുന്ന ഉമ്മമാരുണ്ടോ? മൗലിദ് പാരായണം നടത്തുന്ന ഉമ്മമാരുണ്ടോ? പാടുന്ന ഉമ്മമാരുണ്ടോ? ചോദിക്കട്ടെയോ ഉമ്മമാരെ, നിങ്ങൾ ഷാറൂഖ് ഖാനിന്റെ സിനിമ കാണുകയാണ്. അതേ സമയത്ത് ആ മനുഷ്യന്റെ സിനിമ കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി ഉമ്മമാര്? എന്ത് കിട്ടി ചെറുപ്പക്കാര്? നിന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കാൻ ഷാറൂഖ് ഖാൻ നിനക്ക് എത്ര സാധിച്ചു ഉമ്മമാര്? ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയുമോ? ഈ അടുത്ത ദിവസമുള്ളതാ പത്രത്തിൽ ആ മനുഷ്യന്റെ പണം എത്രയാണെന്ന് പുറത്തു വന്നു. ആ മനുഷ്യന്റെ പേരിലുള്ള പണത്തിന്റെ എണ്ണം എത്രയാണ്, കണക്ക് എത്രയാണ് എന്ന് പത്രത്തിൽ വന്നു. നോക്കുമ്പോ എത്രയാണെന്ന് അറിയുമോ? ഒരാളും ആർത്തക്കായി പോകണ്ട, പേടിയിട്ട് തന്നെ ഞാൻ പറയത്തുള്ളൂ. 2680 കോടിയാണ്. സുബ്ഹാനല്ലാഹ്, 2680 കോടി. ആ കോടിക്കണക്കിന് സ്വത്തിന്റെ മുതലാളിയാണ് മിസ്റ്റർ ഷാറൂഖ് ഖാൻ എങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണോ? ആ ഷാറൂഖ് ഖാനെങ്കാലും ഏതെങ്കിലും ഒരു കല്യാണ പന്തലിൽ പോയി, ഒരു കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയി ഒരു ചീഫ് ഗസ്റ്റായി സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഒരു മിനിറ്റിന് എത്രയാണെന്ന് അറിയുമോ? 26 ലക്ഷം രൂപ കൊടുക്കലേ. സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്ന തങ്ങളുടെ വണ്ടിക്ക് അതാ വാടക കൂടിപ്പോയാൽ അടുത്ത സ്വലാത്തിന് ആ തങ്ങളില്ല. അതേ സമയത്ത് ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യമക്കളോട് ചോദിക്കുകയോ, ഷാറൂഖ് ഖാൻ ഒരു കല്യാണ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുമ്പോ ഒരു മിനിറ്റിന് 26 ലക്ഷം രൂപ കൊടുക്കാൻ ഈ സമുദായത്തിലെ തൊപ്പിയും താടിയും വളർത്തിയ ഹാജിയാരെ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ അടുത്ത ദുബൈയിൽ ഒരു കല്യാണ ചടങ്ങ് നടന്നു. കേവലം അരമണിക്കൂർ മാത്രം പോടി ഇരുന്നതാണ്. 8 കോടിയാണ് ഷാറൂഖ് ഖാൻ വാങ്ങിയത്. ഈ അടുത്ത ബോംബെയിൽ ഒരു കല്യാണം നടന്നു. ആ കല്യാണ ഓഡിറ്റോറിയത്തിൽ മിസ്റ്റർ ഷാറൂഖ് ഖാനെ പോയപ്പോ കേവലം അരമണിക്കൂർ ഇരിക്കണം ഉറപ്പിച്ചപ്പോ ആ അരമണിക്കൂറിന്റെ ഉള്ളിലുണ്ടല്ലോ അവിടെ അതാ കണക്ട് ചെയ്ത മനയുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ? 5 കോടി രൂപയാണ്. ഈ പാവപ്പെട്ട ഞാനത് ബടായി പറയുന്നതല്ല, എനിക്ക് തോന്നിയത് മാത്രം നിങ്ങൾക്ക് മുമ്പ് അയവരുന്നതല്ല. പിന്നെയോ പ്രിയപ്പെട്ടവര്, അവിടുന്ന് പത്രങ്ങളിൽ വന്നതാണ്, നിങ്ങൾ വായിച്ചവരാണ്. അതുപോലെയുള്ള തോന്നിവാസത്തിന് പണം ചെലവഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്
അത്തരത്തിലുള്ള തോന്നിവാസ ദൃശ്യങ്ങളൊന്നും കണ്ടുപോകരുത് എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെയോ, നമ്മുടെ പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണ്ട. ഉപ്പമാരെ എന്തിനാണ് നമ്മുടെ പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ? എന്റെ പെണ്ണുമോള് 7ാം ക്ലാസ് വരെ പഠിച്ചു. 7ാം ക്ലാസ് പഠിച്ച പെണ്ണുമോള് 7ാം ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എടുത്ത് പുറത്തു വന്നു. എന്നിട്ട് ഉപ്പയോട് പറയുന്നു, ഉപ്പ ഞാനിനി 8th സ്റ്റാൻഡേർഡിലേക്ക് പോകണമെങ്കിലോ, ഞാനിനി SSLCയിലേക്ക് പോകണമെങ്കിലോ എന്റെ കയ്യിൽ ഒരു സാംസങ് S3 തരാതെ ഞാൻ പോകൂല. പണ്ടത്തെ നോക്കിയ ടോർച്ച് ലൈറ്റ് ഉണ്ടായാൽ പറ്റൂല. സാംസങ് S3 എന്റെ കയ്യിൽ തരാതെ ഞാൻ സ്കൂളിൽ പോകൂല. ഉപ്പയും എഴുതിയുള്ളൂ. എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ചുകൊണ്ട് സാംസങ് S3 കയ്യിൽ കൊടുക്കുന്നു. നാളെ നിന്റെ മോളോ അന്യ സമുദായത്തിൽപ്പെട്ട സതീശന്റെ കൂടെയോ സുരേഷന്റെ കൂടെയോ ഓടിപ്പോയാലും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയുന്നത് നിന്റെ പെണ്ണുമോളെ കൈവെള്ളയില് മൊബൈൽ ഫോൺ കൊടുത്തത് നീയാണോ? ഇത് ഓരോ ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടതാണോ? എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടല്ലോ. ഇതിന് പുറമേ വിവാഹപ്രായം എത്തിയ നിന്റെ പെണ്ണിന്റെ മോളെ കയ്യിൽ എന്തിനാ ഒരു മൊബൈൽ ഫോണോ? സുബ്ഹാനല്ലാഹ്. കക്കിന്തയിൽപ്പെട്ട ഒരു പെണ്ണ് അന്യ സമുദായക്കാരന്റെ കൂടെ ഓടി കേരളത്തില് അതേ ചോരേടുകളുടെ കണ്ണൂർ എന്ന് പറയുന്ന പറമ്പില്, ആ കണ്ണൂരില് ഒരു ഉമ്മയും ഒരു മകളും ഉപ്പ ദുബൈയിലാണ്. ആ ദുബൈയിലുള്ള ഉള്ളവാന്റെ അടുത്തേക്ക് പോകാൻ ഉമ്മയും മകളും വസ്ത്രങ്ങളും അതുപോലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ വീടിന്റെ മുറ്റത്ത് വാഹനം വന്ന് നിൽക്കുകയാണ്. ആ ഉമ്മാനെയും മകളെയും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അതേ സമയത്ത് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോ മകളെ കാണുന്നില്ല. ഉപ്പ ദുബൈയിലുള്ള ഉള്ളവാനെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സ്വന്തം ഉമ്മ വന്നിട്ട് മകളെ രൂപം പരിശോധിച്ചു നോക്കുമ്പോ മകളെ മുറിയിൽ അതാ മോളെ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയുമോ? ആ മോളുണ്ടല്ലോ കണ്ണൂരിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണുമോളിനൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബോയ് ഫ്രണ്ടിന്റെ കൂടെ എപ്പോഴും മൊബൈൽ ഫോണിൽ ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തിയതിന്റെ പേരിലോ ആ ബോയ് ഫ്രണ്ടും ഈ പെണ്ണും ഫ്രണ്ടുമാരായി മാറി. അവസാനം കാമുകിയും കാമുകനുമായി മാറി, പ്രേമിയും പ്രേയസിയുമായി മാറി. എന്നിട്ടോ അവരെ ബന്ധമുണ്ടല്ലോ ശരീരത്തിലും ലയിച്ചു പോയി. ആ സുരേഷനില്ലാതെ ഈ പെണ്ണിനെ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ഒന്നായിപ്പോയപ്പോ സ്വന്തം പിതാവിനെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങി നിൽക്കുന്ന നേരത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ദുബൈയിലേക്കാണോ പോകുന്ന നേരത്ത് ഉമ്മാനെ വീട്ടിന്റെ വാതിൽ അതേ വീട്ടിന്റെ വാതിൽ അടച്ചു പൂട്ടിയതിനു ശേഷമോ മകൾ അന്യ സമുദായക്കാരനായ ഒരു മുസ്ലിം സമുദായ മുസ്ലിമിന്റെ കൂടെ ഓടിപ്പോടി പിറ്റേന്ന് കേരളത്തിലെ മലയാള മനോരമ പത്രത്തിൽ വന്നപ്പോടി ഈ 2 പേരും അതാ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ അതാ കൊടുങ്ങല്ലൂരിലുള്ള കേരളത്തിലെ ഗുരുവായൂരിലുള്ള ഒരു അമ്പലത്തിൽ പോയി അന്യ സമുദായക്കാരന്റെ അവിടെയുള്ള മുസ്ലിം സമുദായക്കാരന്റെ സംസ്കാരം പോലും ഈ പെണ്ണ് അമുസ്ലിമായി കൺവെർട്ടായിട്ട് അന്യ സമുദായക്കാരെ സംസ്കാരം പോലും കല്യാണം കഴിച്ചുപോയി. ആ ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ പിറ്റേന്ന് കേരളത്തിലെ മലയാള മനോരമ പത്രത്തിൽ പുറത്തു വന്നുവെങ്കിലോ എന്റെ സദസ്സിലുള്ള ഉള്ളമാര് പാവപ്പെട്ട എനിക്കും ഒരു പെരുമോളുണ്ടുള്ള ചിന്ത എനിക്ക് വേണോ? എന്റെ സദസ്സിലുള്ള കാരണവന്മാര് നിങ്ങൾക്കും പെൺമക്കളുണ്ടെന്ന ചിന്ത വേണോ? നാളെ ആ പെണ്ണുമോള് ഇന്ന് ആ പെൺമക്കളെ കൈവെള്ളയിൽ മൊബൈൽ ഫോൺ വെച്ചു കൊടുത്താലോ നാളെ ആ പെണ്ണുമോള് അന്യ സമുദായക്കാരന്റെ പെരടിയിൽ അതാ ഇരുന്ന് പോകൂല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അതുകൊണ്ട് മക്കളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കണ്ട. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെയോ, നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഉസ്താദുമാരതിനെതിരാ.
അതേസമയം എന്തിനെതിരാണ്? പെൺകുട്ടികൾ പഠിക്കരുത് എന്ന് പറയുന്നവരോട് എതിരാണോ? പെൺകുട്ടികൾ പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണോ? അതേ സമയത്ത് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായി പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അതിനുവേണ്ടി നമ്മുടെ ഉസ്താദുമാര് നേതൃത്വം നൽകുന്ന വിമൻസ് കോളേജുകളുണ്ടല്ലോ. ആ വിമൻസ് കോളേജിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ ചേർത്തിട്ട് നമുക്കൊന്ന് പഠിപ്പിച്ചുകൂടെയോ? നിന്റെ മോൾ അതാ പോലിയാറിൽ നിന്നും ബസ് കയറിയിട്ട് DC റോഡ് വരെയോ അതല്ലെങ്കിൽ മംഗലാപുരം വരെയോ എല്ലാ ദിവസവും ബസ്സിൽ കയറിയിട്ട് അത് പാന്റ് ഡൗൺ ചെയ്താൽ മാത്രമേ നിന്റെ മകൾ പഠിച്ചവളാകൂ എന്ന ധാരണയുണ്ടോ? ഈ ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലെപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രമേ വൈകിയ വേളയിൽ ഉണർന്നിട്ടുണ്ട്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കട്ടെയോ? എന്റെ ചെറുപ്പക്കാരുമായി എഴുന്നേറ്റ് നിൽക്കൂ. പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നോ? ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കൂ. ഒന്നടുത്തേക്ക് വരൂ. അർഹമർറഹീമായ അല്ലാഹ് നമ്മുടെ ഈ മജ്‌ലിസ് ആഖിറത്തിൽ വിവരിക്കുന്ന നല്ലൊരു സാലിഹായ മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. കഴിഞ്ഞ കൊല്ലങ്ങൾ ഇവിടെ പരിപാടി നടന്നപ്പോ ഇതുപോലെ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സദസ്സിൽ ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. അവരിന്ന് ഖബറിലാണ്. അടുത്ത കൊല്ലം ഇവിടെ സ്വലാത്ത് വാർഷികം നടക്കുമ്പോ ഇവിടെ പ്രസംഗത്തിന് വരാൻ ഈ പാവപ്പെട്ട ഞാനുണ്ടാകുമെന്ന് ഉറപ്പ് എനിക്കില്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള് എന്റെ പ്രസംഗം കേൾക്കാൻ അടുത്ത കൊല്ലമെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമോ? എന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവസാനം ഒന്ന് പറയട്ടെയോ? ഏത് സമയത്തും മരണത്തിന് വേണ്ടി തയ്യാറാകണോ? എന്റെ മരണം എങ്ങനെയാണ് വരികയെന്ന് പറയാൻ സാധ്യമല്ല. ഏത് സമയത്തും പടച്ചറപ്പിന്റെ വിളിക്കുത്തരം ചെയ്യാൻ വേണ്ടി തയ്യാറാകണോ? അർഹമർറഹീമായ അല്ലാഹു നമ്മുടെ മരണം സന്തോഷത്തിലാക്കട്ടെ. ഇവിടെ കോടിക്കണക്കിന് പണം സ്വരൂപിച്ചു വെക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് മുതലാളിമാരുണ്ടല്ലോ. എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ജനങ്ങളോട് പറയട്ടെയോ? എത്ര പണം ഇവിടെ ഉണ്ടാക്കി വെച്ചാലും യഥാർത്ഥ കബറിൽ കൊണ്ടുപോകുമോ? പണം കൊണ്ടുപോകുമോ? എത്ര പണം ചില ആളുകൾ പണം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കുന്നു. എത്ര പണങ്ങൾ സ്വരൂപിച്ചാലും അവർക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ താല്പര്യമില്ല. പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കയ്യിലില്ല, മദ്രസയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കയ്യിലില്ല. ആ സമയത്ത് ഇവരോട് ചോദിച്ചാൽ ഇവൻ പറയുമെന്ന് കയ്യിലില്ല. അപ്പൊ ഉസ്താദ് ചോദിക്കും, നിങ്ങൾ എന്തിനാ കളവ് പറഞ്ഞ ആചാര്യ? നിങ്ങൾ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടല്ലോ. അപ്പൊ ഈ ആചാര്യ പറയാണ്, ഉസ്താദേ ഞാൻ പറഞ്ഞതിന്റെ കയ്യിലില്ല എന്നല്ലേ. എന്റെ കയ്യിൽ ഏതായാലും 1 ലക്ഷമില്ലല്ലോ. 1 ലക്ഷമുള്ളത് എന്റെ ഗോഡ്രേജിലല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് സലാമത്താകാൻ ശ്രമിക്കുന്നവരും ഓ നിങ്ങള് എത്ര പണങ്ങൾ സ്വരൂപിച്ചു വെച്ചാലും അത് അവരിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമോ? ഈ പാവപ്പെട്ട ഞാൻ കൊണ്ടുപോകൂല, നിങ്ങളോട് കൊണ്ടുപോകൂല. ഇതുവരെ എത്ര ആളുകളാണ് പണമുണ്ടാക്കി വെച്ചത്? ആ പണമുണ്ടാക്കി വെച്ചവർ അവരിലേക്ക് പോകുമ്പോ അവരെ കൊണ്ടുപോയിട്ടുണ്ടോ? നാളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ പേരിൽ വല്ല സ്വന്തമുണ്ടായാൽ എന്റെ മക്കൾ ഇവിടെ തർക്കിക്കുകയാണ്. ഇത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരാ, ചോരയൊന്ന് പ്രസരിക്കട്ടെ, രക്തമൊന്ന് പ്രസരിക്കട്ടെ. അത് വാള് പിടിക്കാനല്ലടോ, പാമ്പെറിഞ്ഞ് മനുഷ്യമക്കളെ കൊല്ലാനല്ലടോ. രക്തം തിളങ്ങേണ്ടത് എവിടെയാണ്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ കോടീശ്വരനാണ്. കോടീശ്വരനാകുന്നത് ഇസ്ലാമിന് വിരുദ്ധമല്ല. എല്ലാവരും പാവപ്പെട്ടവർ തന്നെ ആകണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. കോടീശ്വരന്മാർക്ക് വലിയ മഹത്വം ഇസ്ലാമിലുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എങ്ങനെയായിരിക്കും? നല്ലൊരു ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെക്കുന്നു. ആ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്, വലിയ മുതലാളിയാണ്, വലിയ കോടീശ്വരനാണ്. ഒരുപാട് സ്വത്തുക്കൾ മഹാനവരുടെ പേരിലുള്ളൂ. ഒരുപാട്
ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്, ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട്. ആ മഹാനവരുകൾ മുന്നിൽ അതാ നല്ലൊരു ഭക്ഷണ സാധനം കൊണ്ടുവന്നു വെക്കുമ്പോ മഹാനവരുകൾ ചിന്തിക്കുന്നു, ആരെ കുറിച്ചാണ് ഓർക്കുന്നതെന്നറിയുമോ? മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ. ഉറക്കെ പറയും മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരാണ് മിസ്അബ് ഇബ്നു ഉമൈർ? അവിടുന്ന് മരണപ്പെടുമ്പോ സ്വഹാബത്ത് മഹാനവരുകളെ കഫൻ ചെയ്യുമ്പോ ഒരൊരു തുണി കഷ്ണമേ ഉള്ളൂ. തുണിക്ക് മറുതുണിയില്ലാത്ത മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളതാ അവിടുന്ന് മരണപ്പെടുമ്പോ അവിടുന്ന് കഫൻ ചെയ്യുമ്പോ മഹാനവരുകളുടെ ശരീരം മുഴുവനും മറക്കുന്ന വസ്ത്രമില്ല. ഒരൊരു ശീല മാത്രമേ ഉള്ളൂ, ഒരൊരു തുണി മാത്രമേ ഉള്ളൂ. ആ തുണി എന്തായാലും അതേ മുഖഭാഗം മറച്ചാലോ കാലുഭാഗം മറക്കാൻ കഴിയില്ല, കാലുഭാഗത്തെ മറച്ചാലോ മുഖഭാഗം മറക്കാൻ കഴിയില്ല. അത്രത്തോളം ഞെരുക്കത്തിന്റെ ജീവിതമാണ് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ. ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. മഹാനവരുകളും മുന്നിൽ നല്ല നല്ല ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോ ഇല്ല ഇല്ല എനിക്ക് ഭക്ഷണം വേണ്ട, എന്റെ മുന്നിൽ നല്ല ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോ ഞാനത് പറയുമോ? ഈമാനുള്ള ചെറുപ്പക്കാരെ, നിങ്ങളെ മുന്നിൽ ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സുഭിക്ഷമായി കഴിക്കാൻ നിങ്ങളെ ചാരത്ത് വന്നു വെച്ചപ്പോ നിങ്ങളത് പറയുമോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല എനിക്ക് ഭക്ഷണം വേണ്ട. എന്തേ കാരണമെന്നറിയുമോ? എന്റെ കൂട്ടുകാരനാണ് മുസ്അബ് ഇബ്നു ഉമൈർ. ആ മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറുൻ മിന്നീ, എന്നേക്കാളും നല്ല ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. ആ മുസ്അബ് ഇബ്നു ഉമൈർ മരണപ്പെടുമ്പോ ചെറുപ്പക്കാരാ, ചരിത്രം പറയുമ്പോ കണ്ണിന് വെള്ളമിട്ടിക്കോ. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളതാ അവിടുന്ന് മരണപ്പെട്ടപ്പോ സ്വഹാബത്ത് അവിടുന്ന് കഫൻ ചെയ്യുമ്പോ മഹാനവരുകൾ മുഖം മറക്കുമ്പോ കാലുമറിയുന്നില്ല, കാലുമറക്കുമ്പോ മുഖമറിയുന്നില്ല. കേവലം ഒരു തുണി മാത്രം ബാക്കിയാൽ എന്തോ സംഭവിച്ചതെന്നറിയോ? കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ലടോ ഹാജിയാരെ, കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ലടോ പണക്കാരെ, കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ലടോ കോടീശ്വരന്മാരെ. ധാരാളം പണമുണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുമോ? പള്ളിക്ക് കൊടുക്കുമോ? മദ്രസക്ക് കൊടുക്കുമോ? സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾക്ക് കൊടുക്കുമോ? സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിന് കൊടുക്കുമോ? ആ മുസ്അബ് ഇബ്നു ഉമൈർ വലിയ പണക്കാരനായിട്ട് പോലും അവസാനം മരണപ്പെടുമ്പോ ഒന്നും കയ്യിലില്ല, കേവലം ശരീരം മറക്കുന്ന ഒരു തുണി പോലുമില്ല. തല മറച്ചാൽ കാല് മറക്കാൻ കഴിയുന്നില്ല, കാല് മറച്ചാലോ തല മറയുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുമോ? നാട്ടിലെ പള്ളിക്ക് കൊടുക്കുമോ? മദ്രസക്ക് കൊടുക്കുമോ? പള്ളിന്റെ വരുമാനത്തിന് കൊടുക്കുമോ? അല്ലാഹുവേ, ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നിന്റെ ദീനിന് വേണ്ടി നമുക്കുള്ളതനുസരിച്ച് സഹായിക്കാം. നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആ മുസ്അബ് ഇബ്നു ഉമൈർ ഇതുപോലത്തെ ഭക്ഷണം കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വലിയ ബില്യനറാണ്, വലിയ ഡീലറാണ്, വലിയ ബിൽഡറാണ്. പക്ഷേ ഈ ഭക്ഷണം എനിക്ക് വേണ്ട.
കേട്ടില്ലേ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്താകുന്നതിനെ കുറിച്ച് ഇമാം ബുഖാരി സഹീഹിൽ കൊണ്ടുവന്നില്ലേ, ഇമാം മുസ്ലിം സഹീഹിൽ കൊണ്ടുവന്നില്ലേ? അത് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കറിയാം. ഇമാം ഖതീബ് ഇബ്രീസ് റളിയല്ലാഹു അൻഹു അതുപോലെ അവിടുന്ന് മിശ്കാത്തുൽ മസാബിഹിൽ കൊണ്ടുവന്നില്ലേ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോ സ്വഹാബത്ത് കൂട്ടുകാരെ വിളിക്കുന്നു, ഓ കൂട്ടുകാരെ എന്റെ വീട്ടിലൊന്ന് പോ, എന്റെ വീട്ടിൽ 40,000 ദിർഹമുണ്ട്, 40,000 ദിർഹം എന്റെ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഒരു കഫംപുടം എനിക്കെടുത്തോ, ബാക്കിയുള്ള മുഴുവൻ പണമുണ്ടല്ലോ കഫംപുടത്തിന് മാത്രമുള്ള പണം കൊടുത്തിട്ട് ബാക്കിയുള്ള മുഴുവൻ പണവും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തോ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കൂട്ടുകാരായ സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, കഫംപുടത്തിന് മാത്രമുള്ള പണം വെച്ചിട്ട് ബാക്കിയുള്ള 40,000 ദിർഹമിലുള്ള പണവും അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തോ സ്വഹാബത്തെ, പള്ളിക്ക് കൊടുത്തോ സ്വഹാബത്തെ, അതേ മദ്രസക്ക് കൊടുത്തോ സ്വഹാബത്തെ, പള്ളിന്റെ വരുമാനത്തിന് കൊടുത്തോ സ്വഹാബത്തെ. ഓ ചെറുപ്പക്കാരെ, ആ മുസ്തബിതങ്ങൾ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ മഹാനായ അതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ മഹാനായ അവസാനം പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ദീനിനെ ഈ പാപപ്പെട്ട കളസയൊന്നു ചെയ്തു, എനിക്കെന്റെ റബ്ബിന്റെ കോടതിയിൽ പറയാൻ കഴിയുമോ? അല്ലാഹുവേ, ഒരിക്കലും പണം പ്രതീക്ഷിക്കാതെ നിന്റെ ദീനിന് വേണ്ടി മാത്രം പ്രസംഗിച്ചവനാണ് ഞാൻ, അതിന്റെ പേരിൽ ചെറിയ തോതിലെങ്കിലും ഉറച്ചു വരിച്ചവനാണ് ഞാൻ, അതിന്റെ പേരിൽ ചെറിയ തോതിൽ തളർന്നവനാണ് ഞാനെന്ന് എന്റെ റബ്ബിന്റെ കോടതിയിൽ എനിക്കെന്ന് പറയാൻ കഴിയുമോ? അവിടെ ആരെല്ലാമാണ് വരുന്നത്? ശൈഖ് ജീലാനി തങ്ങൾ വരുന്നു, വലിയ വലിയ ഇമാമിങ്ങളായ പ്രസംഗിക്കുന്ന ഉസ്താദുമാര് വരുന്നു, അവരെ കൂട്ടത്തിൽ ഒന്നിനും പറ്റാത്ത ഈ പാവപ്പെട്ട മുതഅല്ലിമായ ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ വരുമോ? എനിക്കിതവരെ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ചെറുപ്പക്കാരാ, ഇസ്ലാമെന്നത് കളിക്കാനുള്ളതല്ലടാ, അന്യപ്പെണ്ണിനെ കമന്റടിക്കാനുള്ളതല്ലടാ. ഈമാനുള്ള ചെറുപ്പക്കാരെ, ഒന്ന് നിന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ എടുത്തു നോക്കൂ, അതിൽ എത്ര ഫോൾഡറാണ് നിന്റെ കയ്യിലുള്ള മൊബൈലിലുള്ളത്? ഏതെല്ലാം ഫോൾഡറിൽ അന്യ പെൺകുട്ടിയുടെ നമ്പറുണ്ടോ? ഏതെല്ലാം ഫോൾഡറിൽ അന്യ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? ഏതെല്ലാം ഫോൾഡറിൽ അന്യ പെൺകുട്ടിയുമായി കളിക്കുന്ന തോന്നിവാസത്തിന്റെ വീഡിയോ ഉണ്ടോ? ഈ സദസ്സിനെ പിരിശന്തിച്ച് വന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ സദസ്സിനെ അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ ചെറുപ്പക്കാരാ, മുഖം കാണുമ്പോഴല്ല ഈമാനോടുകൂടി അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അന്യപ്പെണ്ണിന്റെ മൊബൈൽ നമ്പർ നിന്റെ മൊബൈലിലുണ്ടോ? ഡിലീറ്റ് ഓപ്ഷനിലേക്ക് കൊണ്ടുപോയി അതൊന്ന് ഡിലീറ്റ് ചെയ്തോ ചെറുപ്പക്കാരാ. അന്യപ്പെണ്ണിന്റെ ഫോട്ടോ ഏതെങ്കിലും പിക്ചർ ഫോൾഡറിലുണ്ടോ? അതൊന്ന് ഡിലീറ്റ് ചെയ്തോ ചെറുപ്പക്കാരാ. അന്യപ്പെണ്ണ് പാടുന്നതുണ്ടോ? പട്ടുറുമാലുണ്ടോ? അല്ലെങ്കിൽ അന്യപ്പെണ്ണിന്റെ മാപ്പിളപ്പാട്ടുണ്ടോ? ഏത് പാട്ടുണ്ടോ? ഡിലീറ്റ് ചെയ്തോ ചെറുപ്പക്കാരാ. സിനിമക്കാരെ പാട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഡിലീറ്റ് ചെയ്തോ. എനിക്കും നിനക്കും ഖബറിൽ കിടക്കാനുള്ളതല്ലയോ? ഈ പ്രസംഗത്തിന്റെ ശൈലി കണ്ടിട്ട് മാത്രം രസിച്ചാ പറ്റൂല, പറഞ്ഞ വിഷയമൊന്ന് ഉൾക്കൊള്ളണേ. ഇന്ന് മുതൽ ഈ സദസ്സിലുള്ള ഒരൊറ്റ ചെറുപ്പക്കാരന്റെ മൊബൈലിലും അന്യപ്പെണ്ണിന്റെ നമ്പർ പാടുള്ളതല്ല, അന്യപ്പെണ്ണിന്റെ ഫോട്ടോ പാടുള്ളതല്ല, സിനിമാ ഗാനങ്ങൾ പാടുള്ളതല്ല. ചില ചെറുപ്പക്കാരതാ കോളർ ട്യൂൺ ചെയ്ത്
ചെയ്തിരുന്നു, റിംഗ് ടോൺ ചെയ്തു വെക്കുന്നു. എന്താണ്? സിനിമയുടെ പാട്ടാണ്. ചെറുപ്പക്കാരാ, കോളർ ട്യൂൺ അവിടെ സംഘടിപ്പിക്കുമ്പോ നിനക്ക് പിന്നൊരുത്തൻ ഫോൺ വിളിച്ചാലോ? നീ മാത്രമല്ലല്ലോ സിനിമ കേൾക്കുന്നത്, പിന്നൊരു നല്ല ഉസ്താദിനെ കൊണ്ടും സിനിമ കേൾപ്പിക്കുന്നില്ലയോ? നമുക്കിനി പല ചെറുപ്പക്കാർക്കും വിളിക്കാൻ പ്രയാസമാണ്. കാരണം അപ്പുറത്തുനിന്ന് ഫോൺ വിളി കേൾക്കുമ്പോ ചീസ് പടിയെ മസ്തു മസ്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഓ ചെറുപ്പക്കാരാ, പാടില്ല പാടില്ല പാടില്ല, അതൊന്ന് ഡിലീറ്റ് ചെയ്തോ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്ന ആ പദ്യം ഒന്ന് സെലക്ട് ചെയ്തോ. ആ പദ്യമുള്ള സ്ഥലത്തേക്കൊന്ന് ഓക്കെ കൊടുത്തോ. നിന്റെ റിംഗ് ട്യൂൺ റസൂലുള്ളാഹിന്റെ അത് ആയിക്കോട്ടെ, നിന്റെ കോളർ ട്യൂണും അതുപോലെ ആയിക്കോട്ടെ. ആ രൂപത്തിലൊന്ന് നല്ല ബോധത്തോടെ ജീവിച്ചോ. ഇവിടത്തെ നൈമിഷിക സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഏതെങ്കിലും ഒരു വേശ്യാശാലയിൽ കയറിയിട്ട് അന്യ പെണ്ണിന്റെ കൂടെ കേവലം 1 മണിക്കൂർ കിടന്ന് രസിക്കാൻ വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തല്ല. ഇവിടെയുള്ള സുഖങ്ങൾ നൈമിഷികമാണ്, അതൊന്ന് ആസ്വദിച്ചാൽ തീർന്നു പോകുന്നതാണ്. സ്വർഗത്തിലില്ലടോ ഒരു സുഖം, അവിടെയില്ലടോ തരുണീമണികളായ അവരുടെ മുമ്പൽ ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. അഹൂറുൽ ഇസാനിന്റെ കൂടെ നമുക്കൊന്ന് കിടക്കണ്ടയോ? ഉമ്മമാരെ, നിങ്ങളിത് പറയുമ്പോൾ വെറുപ്പ് തോന്നണ്ട. സ്വർഗത്തിലുള്ള ഹൂറുൽ ഇസാനാരാണ്? അത് പാനേലയിൽ കൃത്യമായും നിസ്കരിക്കുന്ന പെങ്ങളുണ്ടോ? പാനേലത്ത് സിനിമ നോക്കാത്ത പെങ്ങളുണ്ടോ? പാനേലത്ത് സൗന്ദര്യ മന്യപുരുഷന്മാർക്ക് മുന്നിൽ പാനേലുണ്ടോ? ഓ പെങ്ങളെ, നീയാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിൽ തരുണീമണി കേട്ടോ, ലിസാന് കേട്ടോ. നിന്റെ ഭർത്താവിന് നീയാണ് അവിടെ ലിസാന്. എന്റെ ഭാര്യ സ്വർഗത്തിൽ വന്നാ, ഈ ഭാര്യയുടെ ഭർത്താവായ ഞാൻ സ്വർഗത്തിൽ വന്നാ, എനിക്കുള്ള തരുണീമണി എന്റെ ഭാര്യയാണ് കേട്ടോ. അത് ദുനിയാവിലുള്ള ഭാര്യ അല്ല, അപ്പോഴുള്ളത് അവൾ സ്വർഗത്തിൽ നമുക്ക് കിട്ടിപ്പോയി. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങൾ മുഴുവനും അങ്ങോട്ട് എത്തിച്ചു തരട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിന് മുൻപ് മരണം കണ്ടവരാരുമില്ലല്ലോ. ഞാൻ എന്റെ ഹിദ്മത്തിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്ന് എനിക്ക് ഉറപ്പില്ല. എത്ര ഉസ്താദുമാരാണ് ആക്സിഡന്റിൽ വിട്ട് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, പലപ്പോഴാണ് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ. നീ അപകടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്. അതുകൊണ്ട് മരണം മുന്നിൽ കണ്ട് ഈമാനോടെ ജീവിക്കൂ. കള്ളുകുടിയന്മാരാവണ്ട, പെണ്ണുപിടിയന്മാരാവണ്ട, കാരംസ് കളിച്ച് നേരം പോക്കാക്കണ്ട. പാനേള ഇനയും ഉഷാറാകേണ്ടതുണ്ട്. ഉഷാരിപ്പോഴുണ്ട്, അല്ലാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ ഇനിയും ഉഷാറാകേണ്ടതുണ്ട്. ഇത് പോരാ. ചെറുപ്പക്കാരാ, അതിന് പ്രായമുള്ളവർ ഇറങ്ങിയാൻ പറ്റൂല. നടക്കാൻ കഴിയാത്ത ഉപ്പമാര് ഇറങ്ങിയാൻ പറ്റൂല. ഇതുവരെ പാനേള പള്ളി അവർ പടുത്തുയർത്തി തന്നല്ലോ. ഇനി ആ പള്ളിയൊന്ന് നിലനിർത്തണ്ടയോ? അതിന് പുറം നാട്ടുകാരനായ ഞാൻ വരൂലല്ലോ. അതിന് താല്പര്യം എന്നേക്കാളും കൂടുതൽ വേണ്ടത് ഈ നാട്ടിലുള്ള കേൾപ്പിച്ച ചെറുപ്പക്കാർക്കാണല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അള്ളാന്റെ റസൂലി ദീന് വളർത്തിയതെങ്ങനെയാണ്? അവിടുന്ന് അതാ മുഖത്ത് അടികിട്ടിപ്പോയല്ലോ. ചരിത്രം ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇമാം അൽയൂദി ഉദ്ധരിച്ചതാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഒരു യഹൂദിയായ മനുഷ്യൻ അടികൊടുക്കുവോ? എടാ ചെറുപ്പക്കാരാ, ഈ മുഖം എന്ത് മുഖമാണെടാ? നിന്റെ മുഖം എന്ത് മുഖമാണ്? അള്ളാന്റെ റസൂലിന്റെ മുഖം എന്താണ്? നൂറ് കി സാഗർ, നൂറ് കി ജൽവാ, നൂറ് കി
ചൽക്കാ ജാ മദീന തുജേ സലാം. പ്രകാശത്തിന്റെ സമവാക്യമാണ്, നല്ല ഹാൻസമുള്ള ഗ്ലാമറുള്ള നേതാവാണ് മുഹമ്മദ് മുസ്തഫ. തങ്ങളെ മുഖത്തേക്ക് അടിവീണതെന്തിനാണ്? അന്യപ്പെണ്ണിനെ കമന്റ് അടിച്ച് തല്ലടോ ചെറുപ്പക്കാരാ. വാട്സപ്പിൽ അന്യപ്പെണ്ണിന് മെസ്സേജ് റവാന ചെയ്തുകൊണ്ടല്ല, ഫേസ്ബുക്കിൽ അന്യപ്പെണ്ണിന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടല്ല, അന്യപ്പെണ്ണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോ ആഡ് ഫ്രണ്ട് ചെയ്തിട്ടല്ല, അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് അടിവീണതെന്തിനാണ്? ഒന്നും കൂടി ഇറങ്ങി പറയട്ടെയോ, ഉഹുദിന്റെ രണഭൂമിയിൽ തങ്ങളെ മുമ്പല്ല് പൊട്ടിപ്പോയല്ലോ. ആ പല്ല് പൊട്ടിപ്പോയപ്പോ ആ പല്ലിൽ നിന്ന് അവിടുന്ന് രക്തമിങ്ങോട്ട് ഇറങ്ങി വന്നല്ലോ. ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ട ഞാൻ കുറെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു അടിയന്റെ മുഖത്ത് കൊണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു പല്ലേറി എനിക്ക് വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരാൾ എന്റെ പല്ല് പൊട്ടിച്ചിട്ട് രക്തം പമ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് പിന്നെന്താണോ എന്റെ കോടതിയിൽ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് അള്ളാന്റെ കോടതിയിൽ പറയാനുള്ളത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പല്ല് പൊട്ടിപ്പോയത് ഈ ദീനിന്റെ കയ്യിലെത്തിച്ചപ്പോഴാണ്. ഉമ്മമാരെ, നിങ്ങൾ ദീനിനെ എന്ത് ചെയ്തു? ഉമ്മമാരെ, നിങ്ങളുടെ നാട്ടിൽ പള്ളിയില്ലയോ? ആ പള്ളിക്ക് നിങ്ങൾ എന്ത് സഹായിച്ചു? ഉമ്മമാരെ, നിങ്ങളുടെ നാട്ടിൽ മദ്രസയില്ലയോ? ആ മദ്രസക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഉമ്മമാരെ, നിസ്കാരം ഏതായാലുമില്ല, ഖുർആനോത്ത് ഏതായാലുമില്ല, പള്ളിക്ക് സഹായിക്കലുമില്ല. പോപ്പങ്ങളെ ബീവി സുമയ്യ, ആ സുമയ്യ ബീവി ആരാണ്? അവിടെ നിന്ന് കണ്ടില്ലേ ഇസ്ലാമിന്റെ വിരോധികളിൽ സുമയ്യ ബീവി മുസ്ലിമായതുകൊണ്ട് സുമയ്യ ബീവിയെ അവിടുന്ന് ആക്രമിച്ചല്ലോ, അടിച്ചല്ലോ. നല്ല ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ കിടത്തിയിട്ട്, ഉമ്മമാരെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഫാഷനും പരിഷ്കാരത്തിനും മാത്രമല്ലേ നേരം, ഷോപ്പിംഗിന് മാത്രമല്ലേ നേരം. അതിന് ഭർത്താക്കന്മാര് പെണ്ണിന്റെ മുഖം മറപ്പിക്കാതെ ഷോപ്പിംഗിന് തോളിൽ കൈയിട്ടിട്ട് കൊണ്ടുപോകുന്ന പെങ്കൂസന്മാരായ ഭർത്താക്കന്മാരില്ലയോ? നിന്റെ ഭാര്യയുടെ സൗന്ദര്യം എല്ലാവരും നോക്കി രസിക്കുന്നുണ്ടെന്ന ചിന്ത മനുഷ്യ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. ബീവി സുമയ്യെ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തിയിട്ട് ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞു, സുമയ്യ നീ ഇസ്ലാം വിട്ടുവരണോ? സുമയ്യ ബീവിക്ക് സഹിക്കുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല, നൈറ്റി ധരിച്ചിട്ടില്ല, അതാ അവിടുന്ന് സാരി ധരിച്ചിട്ടില്ല, തുണി ധരിക്കാതെ ദിവസ്ത്രളായിക്കൊണ്ട് ബീവി സുമയ്യ അതാ മണലിന്റെ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടന്നിട്ട് പെടയുമോ? സുമയ്യ റളിയല്ലാഹു അൻഹയോട് അതാ ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞു, സുമയ്യ ഒന്ന് ഇസ്ലാം വിട്ടോ? സുമയ്യ ബീവി പറഞ്ഞു, ഇല്ലടോ, ഞാനെന്റെ ഇസ്ലാം വിടൂല. ഉമ്മമാരെ, നിങ്ങളോട് നിസ്കരിക്കാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സില്ലല്ലേ? ഖുർആനോദാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സില്ലല്ലേ? പള്ളിക്ക് സഹായിക്കുന്നു പറയുമ്പോ നിങ്ങൾക്ക് മനസ്സില്ലല്ലേ? സുബ്ഹാനല്ലാഹ്, നിന്റെ ശരീരം മറക്കാതെ റോഡിലിറങ്ങണ്ടെന്ന് പറയുമ്പോ മനസ്സില്ലല്ലേ? ഒരു കാര്യം പറയട്ടെ ഉമ്മമാരെ, നിങ്ങൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഏത് ഭാഗത്തായാലും നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം പറയട്ടെയോ, ഇന്നത്തെ പ്രസംഗം കേട്ടിട്ട് ഒരു തീരുമാനമെടുത്തോ. ഇന്നത്തെ എന്റെ വാവിന്റെ മജ്‌ലിസിലുള്ള ഒരൊറ്റ പെങ്ങള് പോലും എന്റെ വാവ് കഴിഞ്ഞത് മുതൽ മുഖം മറക്കാതെ റോഡിലൂടെ നടക്കുന്നവരായിക്കൂടാ, സിനിമ നോക്കുന്നവരായിക്കൂടാ. സുമയ്യ ബീവി ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചില്ല. അവസാനം ഇസ്ലാമിന്റെ വിരോധികളതാ വലിയ കുന്തമെന്ന് കടാരയെന്ന് കയ്യിൽ പിടിച്ച് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുൻദ്വാരത്തിലൊന്ന് കുത്തിപ്പോ.
ചെറുപ്പക്കാരാ, ഈ ചരിത്രം കേൾക്കുമ്പോ അന്യ സമുദായക്കാരനെ കൊല്ലണമെന്ന വികാരമല്ലടോ മനസ്സിൽ വരേണ്ടത്. അതുകൊണ്ട് മാത്രം ഇവിടെ ഇസ്ലാം നന്നാകൂല. നിസ്കരിക്കാത്തവൻ എത്രയുണ്ട്, നിസ്കരിപ്പിച്ചോ. അന്യപ്പെണ്ണിന്റെ കൂടെ പോകുന്നവൻ എത്രയുണ്ട്, അവനെ ഒന്ന് നന്നാക്കിക്കോ. തങ്ങന്മാരെ തെരി പറയുന്നവൻ എത്രയുണ്ട്, അവരെ ഒന്ന് നന്നാക്കിക്കോ. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവൻ എത്രയുണ്ട്, അവനെ ഒന്ന് നന്നാക്കിക്കോ. ബീവി സുമയ്യയുടെ ചരിത്രം കേൾക്കുമ്പോ ആ ചിന്തയാണ് വരേണ്ടത്. അല്ലാതെ കയ്യിൽ വാള് പിടിച്ച് അന്യ സമുദായക്കാരനെ കൊല്ലണമെന്ന രൂപത്തിൽ ഭീകരവാദത്തിന്റെ കൊട്ടേഷനല്ല. അത് ഉസ്താദ് പഠിപ്പിച്ചിട്ടില്ല, അത് നമ്മുടെ നേതാക്കന്മാര് പഠിപ്പിച്ചിട്ടില്ല. അത് നല്ലതാണ് എങ്കിൽ, അത് നല്ല പരിഹാരമാണ് എങ്കിൽ നമ്മുടെ നേതാക്കന്മാരത് പരിശോധിച്ച് പരീക്ഷിച്ച് അവിടുന്ന് നമുക്കത് മാർഗം പറഞ്ഞു തരുമായിരുന്നു. അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വിഷയം ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നീ ഖബറനാകണ്ട. ആലിമീങ്ങൾ പറഞ്ഞതിനേക്കാളും വലിയ ഇൽമ എനിക്കുണ്ട്. എടാ മനുഷ്യ, നിസ്കാരത്തിന്റെ ഫർള് എത്രയാണെടാ? 14 ഫർളൊന്ന് നൃത്തത്തിൽ എന്നോട് പറഞ്ഞു തരാ ധൈര്യമുള്ള ചെറുപ്പക്കാർ അക്കൂട്ടിലുള്ളോ? എന്നിട്ട് നീയാണടാ തങ്ങളെ തെറി പറയുന്നത്. എടാ, സ്വന്തം ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുമ്പോ ആ ഭാര്യന്റെ കൂടെ ബന്ധപ്പെട്ടിട്ട് സുബഹി നിസ്കാരത്തിന് മുമ്പ് കുളിയില്ലടാ. ആ കുളിക്കൊരു നീയത്ത് വെക്കേണ്ടടാ. ആ കുളിക്കൊരു വെള്ളം വേണ്ടടാ. ആ വെള്ളം ഇങ്ങനെ മുക്കി കുളിക്കാൻ പറ്റുമോ? ഷവറിൽ കുളിക്കാൻ പറ്റുമോ? ഇനി മുക്കി കുളിക്കണമെങ്കിൽ തന്നെ എപ്പോഴാണത് പറ്റുക എന്ന വിവരം പോലുമില്ലാതെ നീയാണടാ ആലിമീങ്ങളെ തെറി പറയുന്നത്, മൊയ്യാന്മാരെ തെറി പറയുന്നത്, തങ്ങന്മാരെ തെറി പറയുന്നത്. പാനേലത്ത് അത്തരക്കാരില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ബീവി സുമയ്യയുടെ മുൻദ്വാരത്തിലേക്ക് അവിടുന്ന് കടാര കൊണ്ട് കുത്തിയപ്പോ ഉമ്മമാരെ സുമയ്യ ബീവിയുടെ പിൻദ്വാരത്തിലൂടെ കുത്തിയ കടാര പുറത്തു വന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മുഖമൊന്നിങ്ങനെ കഴിച്ചു പോകും. പക്ഷെ സുമയ്യ ബീവി അനുഭവിച്ചതാ. ആ സുമയ്യ ബീവി ഇസ്ലാമിനെ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്തു? പള്ളിക്ക് സഹായിച്ചോ? ഇല്ല. സ്വന്തം നിസ്കരിച്ചോ? ഇല്ല. ഖുർആനൊന്ന് എല്ലാ ദിവസവും ഓതി നോക്കിയോ? ഇല്ല. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. ചെറുപ്പക്കാരാ, സുമയ്യ ബീവിയുടെ ഭർത്താവില്ലയോ? ആരാണ്? യാസർ റളിയല്ലാഹു അൻഹു. യാസർ തങ്ങളെയും ഇസ്ലാമിന്റെ വിരോധികൾ കൊന്നു. എന്തേ കാരണം? കള്ളു കുടിച്ചത് കൊണ്ടല്ലടാ, പെണ്ണ് പിടിച്ചത് കൊണ്ടല്ല, പണം കട്ടത് കൊണ്ടല്ല, സ്വർണം കട്ടത് കൊണ്ടല്ല, പശു കട്ടത് കൊണ്ടല്ല. അള്ളാനെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമായല്ലോ. അതുകൊണ്ട് ഭർത്താവായ അതേ യാസർ തങ്ങളെ കൊന്നല്ലോ. ഈ ചരിത്രം പിതാക്കന്മാരെ നിങ്ങളെ മനസ്സിൽ വേണം. ഇനി ചെറുപ്പക്കാരെ നിങ്ങളെ മനസ്സിലൊന്നുണ്ടാകട്ടെ. സുമയ്യ ബീവിയുടെയും അതാ യാസർ തങ്ങളുടെയും മകനായ സയ്യിദുനാ അമ്മാർ ഇബ്നു യാസർ അൽ-ഖാദ റളിയല്ലാഹു അൻഹു, മഹാനായ അമ്മാർ തങ്ങൾ ഇസ്ലാമിന്റെ വിരോധികൾ വന്നു. സ്വന്തം ഉമ്മാനെ കൊന്നു, സ്വന്തം ഉപ്പാനെ കൊന്നു. അമ്മാർ തങ്ങളെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മാരെ, നിന്റെ ഉമ്മാനെ കൊന്നില്ല ഞങ്ങൾ, നിന്റെ ഉപ്പാനെ കൊന്നില്ല ഞങ്ങൾ. എന്തിനാണ് കൊന്നതെന്നറിയോ? അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണ്. നിനക്കൊരു ഫൈനൽ വാർണിംഗ് തരുന്നുണ്ട്. അമ്മാരെ, ഇസ്ലാം വിട്ടു വന്നോ? നിനക്ക് കാറ് തരാ, ബംഗ്ല തരാ, പണം തരാ, പെണ്ണ് തരാ, പൊന്ന് തരാ, എന്ത് വേണമെങ്കിലും തരാ. ഇസ്ലാം വിട്ടു വന്നു. അള്ളാന്റെ റസൂലിനെ തെറി പറഞ്ഞു. അതേ സമയത്ത് അമ്മാര് തങ്ങൾ പറഞ്ഞില്ല, നീ എനിക്ക് കാറ് തരുമല്ലേ? ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ പറഞ്ഞത് പൊളിക്കുന്നു. പറഞ്ഞില്ല.
അവിടുന്ന് പെണ്ണ് വരുന്നല്ലേ, ആയിക്കോട്ടെ ഞാൻ ഇസ്ലാം വിട്ടു വരുന്നു പറഞ്ഞില്ല. അതേ സമയത്ത് അവസാനം അമ്മാർ തങ്ങൾ വിശ്വസിക്കാതെ അവിടുന്ന് സഹിക്കാതെ വന്നപ്പോ വളരെ പീഡിപ്പിച്ചു വിരോധികൾ, ആക്രമിച്ചു വിരോധികൾ. അതൊന്നും സഹിക്കുന്നില്ല. ആ സഹിക്കാതെ വന്നപ്പോ അവസാനം അതാ തന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. തന്റെ ഉമ്മാനെയും ഉപ്പാനെയും കൊന്നതുപോലെ മകനായ എന്നെയും ഇസ്ലാമിന്റെ വിരോധികൾ കൊന്നുകളയുമെന്ന് കരുതിയിട്ട് നാവുകൊണ്ടൊന്ന് പറഞ്ഞുപോ, ഞാൻ ഇസ്ലാമില്ല. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞതിന് ശേഷം അമ്മാർ തങ്ങളെ മനസ്സ് മാറിയിട്ടില്ല. മനസ്സിൽ ഇസ്ലാമുണ്ട്, മനസ്സുകൊണ്ട് മുസ്ലിമാണ്. അതേ സമയത്ത് നാവുകൊണ്ട് തൽക്കാലം എന്റെ ശത്രുക്കൾ എന്നെ കൊല്ലരുതെന്ന് കരുതിയിട്ട് അവിടുന്നതാ നാവുകൊണ്ട് പറഞ്ഞു ഞാൻ ഇസ്ലാമില്ല. പിറ്റേന്ന് രാത്രി വറക്ക് വന്നില്ല, നേരെ വന്നോ. എന്തിനും പരിഹാരമാണ് ചെറുപ്പക്കാരോ, താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് കവിതത്തേക്ക് ഓരത്തേക്ക് അനുഗ്രഹീത സമക്ഷത്തേക്ക് സയ്യിദുനാ അമ്മാർ ഇബ്നു യാസിർ ബർക്കത്തറി സയ്യിദുനാ അമ്മാർ ഇബ്നു യാസിർ സയ്യിദുനാ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നു പറയുന്നു, നബിയേ നബിയേ എന്റെ പുറം കണ്ടല്ലോ, എന്റെ നെഞ്ഞ് കണ്ടല്ലോ, ഇത് ഇസ്ലാമിന്റെ വിരോധികൾ കുത്തിയതാണ്, എന്നെ കൊലപ്പെടുത്താൻ വന്നതാണ്. തങ്ങൾക്കറിയാലോ എന്റെ ഉമ്മയായ സുമയ്യ ബീവിനെ കൊന്നുകളഞ്ഞു, എന്റെ പിതാവായ യാസർ തങ്ങളെ കൊന്നുകളഞ്ഞു. അവസാനം ഞാനും കൂടി അവർ പറഞ്ഞതനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ തങ്ങളെ ഞാനവിടുന്ന് നാവുകൊണ്ട് പറഞ്ഞു പോയി. ഇതൊന്ന് പറഞ്ഞപ്പോൾ ആയത്തിറങ്ങി വന്നു, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സാരമില്ല, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ സ്വന്തം ജീവിതത്തെ പേടിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. മനസ്സിൽ നാവിൽ പറഞ്ഞ വിശ്വാസമല്ലല്ലോ മനസ്സിലുള്ളത്, മനസ്സിൽ ഇസ്ലാമുണ്ടല്ലോ എന്ന് സമാധാനത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുവന്നു. ചെറുപ്പക്കാരെ, ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ആ അമ്മാർ തങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ ഒരു അടി പോലും കിട്ടാതെ ഞാൻ കടക്കണ്ടയോ, ഒരു കല്ലേറ് പോലും കിട്ടാത്ത ഞാൻ കിടക്കണ്ടയോ, ഒരു പല്ല് പൊട്ടിപ്പോയിട്ട് രക്തം പോലും പമ്പ് ചെയ്യാത്ത ഞാൻ കിടക്കണ്ടയോ? അതിന് നമുക്ക് സാധിക്കണം. അതിനെന്ത് ചെയ്യണം? അമ്മാർ തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന ഒരു ഇസ്ലാമില്ലയോ, യാസർ തങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന ഒരു ഇസ്ലാമില്ലയോ, സുമയ്യ ബീവി എത്തിച്ചു തന്ന ഒരു ഇസ്ലാമില്ലയോ? ആ ഇസ്ലാമിനെ നമുക്ക് വളർത്താൻ കഴിയണം. അതിന് നാട്ടിൽ മദ്രസ വേണം, നാട്ടിൽ വാഴ പരിപാടി നടക്കണം. യങ് മെൻസിന്റെ പ്രവർത്തകന്മാരെ, SSFന്റെ പ്രവർത്തകന്മാരെ, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമില്ല. പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഉറക്കി നമുക്കൊന്ന് ഖബറിലേക്ക് നീട്ടിവെക്കാം. അവിടെ നമുക്കൊന്നിച്ച് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമുക്ക് ജീവിക്കുമ്പോൾ ഉറങ്ങാൻ നേരമില്ല. യങ് മെൻസിന്റെ പ്രവർത്തകന്മാരെ, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു എനിക്കറിയാം. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനത്തിൽ ബറക്കത്ത് തരട്ടെ. SSFന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നിങ്ങളും നന്നായി പ്രവർത്തിക്കാമെന്ന് എനിക്കറിയാം. അല്ലാഹു നിങ്ങളിലും ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേ സമയത്ത് യങ് മെൻസും SSF ഒന്നിച്ച് കൈകോർത്തുകൊണ്ടൊന്ന് പ്രവർത്തിക്കൂ. അതിന് നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ പള്ളി നന്നാവണം, മദ്രസ നന്നാകണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദീനീ പരിപാടി നടക്കണം. അതിന്റെ ബറക്കത്ത് നമ്മുടെ ഉമ്മമാര് കബറിൽ കിടക്കുമ്പോ കിട്ടണം, നമ്മുടെ ഉമ്മമാര് കബറിൽ കിടക്കുമ്പോ കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പള്ളി വെറുതെ ഇങ്ങനെ കെട്ടിച്ചു വെച്ചാൽ അത് നടക്കൂലല്ലോ. ഈ മദ്രസ വെറുതെ ഇങ്ങനെ കെട്ടിച്ചു വെച്ചത് കൊണ്ട് നടക്കൂലല്ലോ. നമുക്കിവിടെ ദീനിന് വരുന്ന എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ തൊട്ടടുത്ത് തന്നെ അതിന്റെ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അർഹമുർ റഹീമായ അല്ലാഹ്
യാസർ തങ്ങൾ അടികൊണ്ട് സഹിച്ചു, സുമയ്യ ബീവി കുത്തേറ്റ് സഹിച്ചു, അമ്മാർ തങ്ങൾ പീഡനങ്ങൾ സഹിച്ചു. അതൊന്നും ഞങ്ങൾ സഹിച്ചിട്ടില്ല. അവരെ സഹിച്ച് പോറ്റി വളർത്തിയ ദീന് നമ്മുടെ കയ്യിലുണ്ടല്ലോ റബ്ബേ. ആ ദീനിനെ ഇനി നമുക്കുള്ളത് പണമാകുന്ന ആയുധം കൊണ്ട് സഹായിക്കല. വാളല്ല, ബോംബല്ല, കത്തിയല്ല, ബന്ധൂക്കല്ല, പിസ്റ്റൂലല്ല, കണ്ണല്ല, മിസൈലല്ല, പണമാകുന്ന സമ്പത്താകുന്ന പണം ആ വാളുകൊണ്ട് നമുക്കൊന്ന് നേരിടാൻ കഴിയണം. അതിന്റെ പ്രവർത്തനത്തോട് നിങ്ങൾ എല്ലാവരും കൈകോർക്കണം. അതിന് നിങ്ങൾ പരമാവധി സഹായിക്കണം. അത് മാത്രമേ നമ്മുടെ ഖബറിൽ വരൂ. അർഹമുർ റഹീമായ അല്ലാഹു ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.